സ്പിരിച്വൽ ഹീലിംഗ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ എക്സ് നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ എന്താണ് വിചാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ റീഡിംഗ് ആണ്, ഇത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ടൈം കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ എന്റെ പേര് പ്രിയങ്ക പ്രകാശ്, ഞാനൊരു സൈക്കിക് ടാരറ്റ് കാർഡ് റീഡറും അതുപോലെ തന്നെ ഒരു ക്ലൈറോയിന്റും ആണ്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നത് നിങ്ങളുടെ എക്സ്, ആ ഒരു എക്സ് നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. യൂണിവേഴ്സ് എന്റെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്റെ വ്യൂവേഴ്സ്, എന്റെ സബ്സ്ക്രൈബേഴ്സ്, എന്റെ സ്പിരിച്വൽ ഫാമിലി, ഇവരുടെ എക്സ് ഇവരെ കുറിച്ചിട്ട് എന്താണ് വിചാരിക്കുന്നത്, ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. ഇവരുടെ എക്സ് ഇപ്പൊ ഇവരെ കുറിച്ചിട്ട് എന്താണ് വിചാരിക്കുന്നത്, ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. ഇവിടെ ഇപ്പൊ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുടെ എക്സ് ആകെ ഡ്രെയിൻഡ് ആയിട്ടിരിക്കുകയാണെന്നാണ് കേട്ടോ. മേ ബി നിങ്ങളുടെ എക്സ് വിചാരിക്കുന്നത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടാണ്. അവർക്ക് ഒരു തരത്തിലുള്ള ഈഗോയാണ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് സമ്മതിക്കില്ല. പകരം നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ കേട്ടോ. കാർമിക് ആയിട്ടുള്ള ഒരു എക്സ് ആണ് നിങ്ങളുടെ എന്നാണ് എനിക്ക് കാണുന്നത്. കണ്ടോ, 10 of Swords വന്നിട്ടുണ്ട്, എംപറർ വന്നിട്ടുണ്ട്, എന്താണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കാർമിക് എക്സിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്, ഹൈറോഫന്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസും വേൾഡും വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്തുകൊണ്ടാണ് ഈ കാർഡ്സ് വന്നതെന്ന്. യൂണിവേഴ്സ് ലവേഴ്സ് വന്നത് എന്തുകൊണ്ടാണ്, ഹെർമിറ്റ് വന്നത് എന്തുകൊണ്ടാണ്. നിങ്ങൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് കേട്ടോ. നിങ്ങളുടെ എക്സുമായിട്ടുള്ളത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു ഫിസിക്കൽ, ഒരു ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ എക്സുമായിട്ട് നിങ്ങൾക്ക് റിലീജിയസ് ഡിഫറൻസസ്, കാസ്റ്റ് ഡിഫറൻസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞാൽ അവർ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാം, അവർക്ക് കുട്ടികൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അങ്ങനെ എന്തോ ഒന്നാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഹൈറോഫന്റിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് 4 of Cups, 4 of Cupsന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് 6 of Wands ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ ഇരുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ ദൂരെ, അല്ലെങ്കിൽ അവര് എവിടെന്നെങ്കിലും പുറത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ രണ്ടുപേരും പുറത്തു നിന്ന ആൾക്കാർ, അങ്ങനെ എന്തെങ്കിലും ഒരു തരം ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കിപ്പോ നിങ്ങളുടെ കാര്യം ആലോചിച്ചൊരു റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളോട് ഇപ്പോ ഒരു സെക്ഷുവൽ അട്രാക്ഷൻ എന്നൊന്നും പറയാൻ ആൾക്കില്ല. അതല്ലാതെ ആൾക്കൊരു പ്ലാറ്റോണിക് ഫീലിങ്സ് എന്നൊക്കെ പറയാം. അതായത് ഫ്രണ്ട്ലി, എന്താ പറയാ, അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളോട് ഒരു റെസ്പെക്ട് ഉണ്ട് ആൾക്ക്. അത് നിങ്ങളെ എന്താ ഒരു പൊസിഷനോട് ഒരു റെസ്പെക്ട് ഉണ്ടാവാം, നിങ്ങളോട് ഒരു റെസ്പെക്ട് ഉണ്ടാവാം. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടു എന്നുള്ളത് ഒരു റിഗ്രറ്റ് ആയിട്ട് ആളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ 2 of Wands ക്ലാരിഫിക്കേഷൻ 2 of Cups. നിങ്ങൾ സോൾമേറ്റ്സ് ആണ് എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇവിടെ 2 of Wandsന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ മറ്റൊരാൾ വന്നിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നത് കൊണ്ടാവാം ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നത്. ദ വേൾഡിന്റെ ക്ലാരിഫിക്കേഷൻ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ ദ വേൾഡ്. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 1 year നിങ്ങൾ മീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനൊക്കെ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ കണ്ടതിന് ഞാൻ പറഞ്ഞിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.